ഹേയ് നേഴ്സസ്, IV ഫ്ലൂയിഡ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ എയർ കയറുകയും എയർ കളയാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയവരായിരിക്കും നമ്മളിൽ പലരും. ഇന്ന് നമുക്ക് IV ഫ്ലൂയിഡ് സെറ്റ് ചെയ്യുമ്പോൾ ഒട്ടും എയർ കയറാതെ ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ എങ്ങനെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ കൂടെ മറക്കണ്ട. ആദ്യം തന്നെ IV സെറ്റിൽ ഏതൊക്കെ പാർട്സ് ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഡ്രിപ്പ് ചേംബർ, ഫ്ലോ റെഗുലേറ്റർ, IV ട്യൂബിംഗ്, റബ്ബർ ബൾബ് കണക്ടർ, ലിവർ ലോക്ക്, ഹൈപ്പോഡെർമിക് നീഡിൽ. IV ഫ്ലൂയിഡ് സെറ്റ് ചെയ്യുമ്പോൾ സ്റ്റെറൈലായി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള രണ്ട് മെയിൻ പ്രശ്നങ്ങളാണ്: ഒന്ന്, ഇൻസർഷൻ സൈറ്റിലുള്ള ലീക്കേജ്; രണ്ട്, ട്യൂബിങ്സിൽ എയർ കയറുന്നത്. IV സെറ്റ് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഫ്ലോ റെഗുലേറ്റർ ക്ലോസ് ആക്കി വെക്കുക. അതിനുശേഷം സ്പൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇൻസർഷൻ സൈറ്റിൽ ലീക്കേജ് ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് സ്പൈക്ക് ചെയ്യുമ്പോൾ വേഗത്തിൽ ചെയ്യാതെ ഒരു റൊട്ടേറ്ററി മോഷനിൽ സ്ലോ ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ്. കണക്ട് ചെയ്തതിന് ശേഷം ഡ്രിപ്പ് ചേംബർ സ്ക്വീസ് ചെയ്ത് കുറച്ച് ഫ്ലൂയിഡ് അതിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ചെയ്തതിന് ശേഷം ഫ്ലൂയിഡ് ബോട്ടിൽ അപ്സൈഡ് ഡൗൺ പിടിച്ച് ഫ്ലോ റെഗുലേറ്റർ ഓപ്പൺ ആക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എയർ കയറാതെ IV ട്യൂബിങ്സിൽ ഫ്ലൂയിഡ് മാത്രമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി എയർ കയറിയുള്ള പ്രശ്നങ്ങളും വേണ്ട, വെറുതെ ഓപ്പൺ ആക്കി വെച്ച് ഫ്ലൂയിഡും വേസ്റ്റ് ആക്കി കളയണ്ട. ഇനി നിങ്ങളോടൊരു ചോദ്യം: IV ട്യൂബിങ്സിലൂടെ എയർ കയറിയാൽ ഒരു പേഷ്യന്റിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? കമന്റ്സിലൂടെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം നൽകാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ സ്റ്റേ ട്യൂൺ. ബൈ.